ശ്രീ വിനു കിരിയത്ത്, നമ്മൾ ഇത് പല ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ആദ്യവും അവർ ഫേസ്ബുക്കിലൂടെ എന്താണ് തന്റെ പ്രതികരണം ഈ വിധിയോടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു വീഡിയോ പ്രചരിക്കുകയാണല്ലോ. അത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന രണ്ടാം പ്രതിയായ, ഇപ്പോൾ കുറ്റവാളിയാണ്, മാർട്ടിൻ്റേതാണ്. അവിടെ ഈ മാർട്ടിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഈ നടി പോലും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന രീതിയിലാണ്. ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേസുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അവർ ചോദിക്കുന്ന ഈ ചോദ്യങ്ങളുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നേരെയുള്ള ചോദ്യങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും വേദനാജനകമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മളെല്ലാം നിയമത്തിൻ്റെ മുന്നിലേക്കും മറ്റും പോകുന്നത്. ഉറച്ച വിശ്വാസം ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അതിജീവിതയ്ക്കുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും അതിജീവിത അല്ലെങ്കിൽ അതിനു മുമ്പേ നമ്മൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ വ്യക്തിയുടെ പേര് പറയാൻ നമുക്ക് നിയമം അനുശാസിക്കുന്നില്ല അല്ലേ? എന്നിട്ട് അതിലെ കുറ്റവാളി തന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾ, അതിലൊരു മനഃപൂർവ്വമാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി. എല്ലാ രീതിയിലും ആ അതിജീവിതയെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം. അയാൾക്കും കുറച്ചൊക്കെ നിയമം അറിയാമായിരിക്കുമല്ലോ. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൂടാ, അതിജീവിതയുടെ പേര് പറഞ്ഞുകൂടാ. പക്ഷെ എന്നിട്ടും അത് പറയുമ്പോൾ പക്ഷെ അയാൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ കണ്ടെത്തണം എന്ന് ഉറച്ച വിശ്വാസം ആ കുട്ടിക്കുള്ളതുകൊണ്ടാണല്ലോ അത് വീണ്ടും വീണ്ടും പോരാടുന്നത്. നമ്മൾ നോക്കൂ, നമ്മൾ അതിജീവിതയോടൊപ്പമാണ് 100%. നമ്മളെല്ലാവരും, എനിക്കൊണ്ട് മലയാളക്കര ആകെ, സിനിമ ഇൻഡസ്ട്രി ആകെ. പക്ഷേ അങ്ങനെ പറയരുത്, അങ്ങനെ സിനിമ ഇൻഡസ്ട്രി ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നോക്കൂ, 5 or 6 പേര് മാറി ഇന്ന് ഈ പറഞ്ഞ പോലെ അമ്പിളിയമ്മാവനെ നോക്കി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നതിലൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സത്യസന്ധമായിട്ടുള്ള, നമ്മൾ ആരും നിയമം കയ്യിലെടുക്കാൻ ബാധ്യസ്ഥരല്ല. ഞങ്ങൾക്കറിയില്ല ആ കുറ്റക്കാരനാണോ ഇല്ലയോ. ഞാൻ ദിലീപിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറയണം, ദിലീപാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമങ്ങളാണ്, പോലീസാണ്, അന്വേഷണം. എന്തുകൊണ്ട് അവർക്കിത് ഇതുവരെ തെളിയിക്കാൻ പറ്റിയില്ല? അതുകൊണ്ട് ആ ഗൂഢാലോചനയുടെ പിന്നിലുള്ളത് ദിലീപാണോ ഇല്ലയോ എന്ന് പറയാൻ നമ്മളാരും, ഞാൻ അന്നും ഇന്നും ഉറച്ചു പറയുകയാണ്, ദിലീപ് കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറയില്ല. 2 വെള്ളത്തിൽ എന്തിനാ ചവിട്ടണമെന്ന് ആരും ചോദിച്ചാൽ പറയും, നമ്മുടെ കയ്യിലല്ല നിയമം. ജഡ്ജി എന്തിനാണ് 2 വക്കീലന്മാരെ വയ്ക്കുന്ന? പ്രതിഭാഗത്തിനും വാദിഭാഗത്തിനും 2 ഭാഗവും കേൾക്കണം, എന്നിട്ട് തെളിയിക്കപ്പെടണം. അതാണല്ലോ. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മളൊരു സാധാരണക്കാരനായിട്ട് നമുക്കറിയില്ല ദിലീപ് ഇതിൻ്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ ദിലീപ് തന്നെ ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനും പാടില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ക്രിസ്മസിന് അതിജീവിതയെ വിളിച്ചിട്ട് ഒരു കേക്ക് കൊടുക്കുന്നതല്ല സ്ത്രീ സുരക്ഷ. അതിശക്തമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്ത് കൊണ്ടുവരണം. അത് ആരാണായാലും, അല്ലാതെ നമുക്ക് ഇന്നാരെന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഈ സിനിമ റിലീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഗൂഢാലോചന കഥകളൊക്കെ ഇപ്പോൾ തിരിച്ച് വെക്കുന്നത്. അത് ദിലീപ് ഫാൻസുകാർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഏട്ടൻ്റെ ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. ഈ പഴയ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക, അതിൽ നിന്നിട്ട് അതിജീവിതയുടെ പേര് പറയുക, എന്നിട്ട് ആരൊക്കെയാണോ ഈ നടിക്കൊപ്പം കോടതിയിൽ നിന്നത് അവരെയൊക്കെ അവഹേളിക്കുന്ന രീതിയിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുക. അത് ഈ ഭാഭയുടെ റിലീസിനോടനുബന്ധിച്ചിട്ട് നടന്നിരിക്കുന്ന ഒരു കോലാഹലമാണ് അത്. അല്ല, സോഷ്യൽ മീഡിയയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു നിയന്ത്രണം അനിവാര്യമാണ്. പച്ചയ്ക്ക് ചീത്ത വിളിക്കുക, അതിന് പ്രധാനമന്ത്രി മുതൽ ഇങ്ങേയറ്റം വരെ. എന്തുകൊണ്ട് പാർലമെൻറ്റിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കണം? വ്യക്തിഹത്യ, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുകൊണ്ട് ചീത്ത വിളിക്കുക, തെറി. ഇന്ന് തന്നെ ഇപ്പം എന്തൊക്കെ ആയിക്കോട്ടെ, സ്ത്രീ എന്ന് പറയുന്നത് മാത്രമൊന്നുമല്ല, പുരുഷന്മാർക്ക് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതി പറഞ്ഞ പോലെ അഭിമാനമുണ്ട്. പക്ഷേ ഇത്രത്തോളം പരസ്യമായിട്ട് ആർക്കും ആരെയും പറയാം എന്നുള്ള അതൊന്നും ഒരു സ്വാതന്ത്ര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഡിബേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ തെറി പറയുന്നവരും അനുകൂലിച്ച് പറയുന്നവരും ഉണ്ട്. തെറി പറയുന്നവർക്ക് അവർക്ക് വേറെ പണിയില്ല എന്ന് ഞാൻ വിചാരിക്കുകയുള്ളൂ. ശരി, ഇപ്പോൾ സുൽഫത്ത് ചേരുന്നുണ്ട്. സുൽഫത്ത്, എന്തുകൊണ്ടാണ്